നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് പൂരം കലക്കൽ അന്വേഷിച്ച ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹ ചടങ്ങ് മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വേദിയായി മാറി. ടൗൺ ഇമാം ഹുസൈൻ ബാഖവി കാർമ്മികനായ ചടങ്ങിൽ സാക്ഷികളായത് ഫൊറോന പള്ളി വികാരിയും ക്ഷേത്രത്തിലെ ശാന്തിയും. ലീഡർ K കരുണാകരൻ വിട പറഞ്ഞിട്ട് ഇന്ന് 14 വർഷം. അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ച് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് പൂരം കലക്കൽ അന്വേഷിച്ച ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം മുൻകൂട്ടി തീരുമാനം എടുത്തിരുന്നതായും സുന്ദർ മേനോൻ, ഗിരീഷ്, വിജയമേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർ പ്രവർത്തിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ നിശ്ചയിച്ച പ്രകാരം പൂരം നിർത്തിവെച്ചതായി ഇവർ പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് റിപ്പോർട്ടിൽ ഇല്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിനെതിരായി ഇത് ഉപയോഗിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ, RSS നേതാവ് വത്സൻ തില്ലങ്കേരി എന്നിവരുടെ പേരുകൾ മൊഴിയുടെ രൂപത്തിൽ അനുബന്ധമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചെന്നും തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തി ഉത്സവം അട്ടിമറിച്ചുവെന്നുമാണ് ADGPയുടെ റിപ്പോർട്ട്. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹ ചടങ്ങ് മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വേദിയായി മാറി. ടൗൺ ഇമാം ഹുസൈൻ ബാഖവി കാർമ്മികനായ ചടങ്ങിൽ സാക്ഷികളായത് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടനും കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഭിലാഷ് ശാന്തിയും. ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുന്ന ക്രിസ്തുമസിനടുത്ത ദിവസങ്ങളിൽ തന്നെ മതനേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന വിവാഹ ചടങ്ങ് പുണ്യമായി. നോർത്ത് ചാലക്കുടി മനക്കുളങ്ങര പറമ്പിൽ ഷക്കീർ അനിത ദമ്പതികളുടെ മകൾ ഷിയയുടെയും പാലക്കാട് ഭാവാനഗർ താഹിറ മുസ്തഫ മുഹമ്മദ് മുസ്തഫ ദമ്പതികളുടെ മകൻ ഷബീർ അഹമ്മദിന്റെയും നിക്കാഹാണ് ഞായറാഴ്ച വൈകിട്ട് നടന്നത്. അന്യമതസ്ഥർക്ക് സാധാരണ പ്രവേശനം അനുവദിക്കാത്ത ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരിൽ ഭൂരിഭാഗവും വധുവിൻ്റെ പിതാവിൻ്റെ സുഹൃത്തുക്കളായ ക്രൈസ്തവരും ഹൈന്ദവരും. മകളുടെ വിവാഹ ചടങ്ങിലേക്ക് അന്യമതസ്ഥരായ സുഹൃത്തുക്കളെ പങ്കെടുപ്പിക്കണമെന്ന ഷക്കീറിൻ്റെ ആഗ്രഹം ഇമാമും പള്ളി കമ്മിറ്റിയും 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇതോടെ ടൗൺ ജുമാ മസ്ജിദ് മതസൗഹാർദ്ദത്തിൻ്റെ വേറിട്ട വേദിയായി മാറി. പള്ളി വികാരിക്കും ക്ഷേത്രം ശാന്തിക്കും ആശംസയർപ്പിക്കാനും മസ്ജിദിൽ അവസരം ഒരുക്കിയിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കായലിൽ മുസിരിസ് ജലോത്സവത്തിൽ A ഗ്രേഡ് മത്സരത്തിൽ TBC കൊച്ചിൻ ടൗൺ ടീമിന്റെ പുത്തൻപറമ്പിലും B ഗ്രേഡ് മത്സരത്തിൽ വടക്കുംപുറം പുനർജനി ബോട്ട് ക്ലബിന്റെ വടക്കുംപുറം വള്ളവും ജേതാക്കളായി. VK രാജൻ സ്മാരക ട്രോഫി, KD കുഞ്ഞപ്പൻ സ്മാരക ട്രോഫി, CK നൌഷാദ് സ്മാരക ട്രോഫി എന്നിവ വിജയികൾക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനിച്ചു. A ഗ്രേഡ് മത്സരത്തിൽ ഗോതുരുത്ത് ക്ലബിന്റെ ഗോതുരുത്ത് പുത്രൻ 2ാം സ്ഥാനവും B ഗ്രേഡ് മത്സരത്തിൽ തോന്നിയകാവ് TDBC ക്ലബിന്റെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 2ാം സ്ഥാനവും നേടി. മത്സരം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ TK ഗീത, മുസ്ലിസ് ബോട്ട് ക്ലബ് സെക്രട്ടറി PP രഘുനാഥൻ, OC ജോസഫ്, KS വിനോദ് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. മേലൂർ പാലപ്പിള്ളിയിൽ ഇറിഗേഷൻ തോടിന് സമീപം 400 ലിറ്റർ വാഷ് കണ്ടെടുത്തു. ഒളിപ്പിച്ച നിലയിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹാരിഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, KP സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ PK ആനന്ദൻ, സിവിൽ എക്സൈസ് ഓഫീസർ രാകേഷ്, ഷാൻ എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ലീഡർ സ്ക്വയറിൽ K കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മാള മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, മുൻ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി AR രാധാകൃഷ്ണൻ,
യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ MA ജോജോ, ജോഷി കാഞ്ഞൂത്തറ, സോയ് കോലഞ്ചേരി, ഭാരവാഹികളായ ശോഭന ഗോകുൽനാഥ്, KR പ്രേമ, ഷേർലി ജോയ്, KJ യദുകൃഷ്ണൻ, ജോയ് ചാക്കോള, ഡെന്നി പള്ളൻ എന്നിവർ സംസാരിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ തരുണത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നുണ്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട്. അത്രയേറെ കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് നടത്തിയ വികസന കാര്യങ്ങൾ ഏറെ വലുതാണ്. മാളയെ സംബന്ധിച്ച് മാളയിലെ ഓരോ തെരുവീതികളും അദ്ദേഹത്തിന് സുപരിചിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെ സംബന്ധിച്ച് ഒക്കെ വളരെ സങ്കടത്തിൽ ആഴ്ചയതാണ്. ലീഡർ പറഞ്ഞാൽ മാളയെ സംബന്ധിച്ച് മാളയുടെ ഒട്ടേറെ അനുയായികളുടെ തിരൂരിലെ രാഘവൻ നായർ, PIP മേനോൻ, മാളയിലെ സംബന്ധിച്ച് അലിമാഷ്, അതിങ്ങിൽ പിന്നെ വർഗീസ് പെരേപ്പാട്, ശ്രീ AR രാധാകൃഷ്ണൻ മുതൽ ശ്രീ ജോയ് മണ്ഡലത്തൊക്കെ അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന. വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K കരുണാകരന്റെ 14ാം ചരമദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ധർമ്മജൻ വില്ലേടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AA മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. EV സജീവ്, ചന്ദ്രൻ, സലീം അറക്കൽ, നാസർ, രാംദാസ്, നജാഹ്, ജോസഫ്, സാബു, മഹേഷ്, സനീഷ് എന്നിവർ പ്രസംഗിച്ചു. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc മൈക്രോബയോളജിയിൽ നിന്ന് 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആഷിദ ആസാദിനെ MES അനുമോദിച്ചു. യോഗം സംസ്ഥാന സമിതി അംഗം സലീം അർക്കൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. നിസാർ മുറിപ്പറമ്പിൽ, ബാബു സുരാജ്, അബ്ദുൽ സലാം, CK മജീദ്, TK അബ്ദുൽ, ആഷിദ ആസാദ് എന്നിവർ സംസാരിച്ചു. MESനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാൻ പത്രത്തിലൂടെയാണ് ഇങ്ങനെ ആഷിദയ്ക്ക് അവാർഡ് കിട്ടിയതായിട്ട് അറിയുകയും അങ്ങനെയാണ് നമ്മുടെ താലൂക്കിൻ്റെ ഭാരവാഹികളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിലാണ് നമ്മൾ ആസാദ് സാഹിബിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ നിന്നൊരു കുട്ടി ഇങ്ങനെ PGയിൽ 1ാം റാങ്ക് നേടുക എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. അപ്പോൾ അതിനെ പ്രാപ്തരാക്കിയ ആസാദ് സാഹിബിനെയും ഉമ്മയൊക്കെ ആദ്യം ബഹുമാനിക്കുന്നു. താഴെയുള്ള കുട്ടിയും ഇതുപോലെ പഠിച്ചു ഉയരങ്ങളിലെത്തട്ടെ, ആഷിദയ്ക്ക് ഉയർന്ന ജോലികൾ കിട്ടട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയൊരു വാക്കുകൾ നിർത്തുകയാണ്. പക്ഷേ ഇത് 2 വാക്ക്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് CPI പൊയ്യ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പത്തിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ലോക്കൽ സെക്രട്ടറി CN സുധാർജനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം അംബേദ്കർ പറഞ്ഞിരുന്നു, ഏറ്റവും ബൃഹത്തായ ലോകത്തെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതിനപ്പുറമായിട്ടുള്ള ഒരു ഭരണഘടന ഈ ലോകരാജ്യങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. ആ ഭരണഘടനയെ പറ്റി പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, നല്ല ആളുകളുടെ കയ്യിൽ ഈ ഭരണഘടന ഏറ്റവും നന്നായിരിക്കും. അതേസമയം തന്നെ ചീത്ത ആളുകളുടെ കയ്യിൽ ഈ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന ചീത്തയായിരിക്കുമെന്ന് പറഞ്ഞ അംബേദ്കറിൻ്റെ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്നത്. അരുൺ PV അധ്യക്ഷനായി. AM ഹക്കീം, TK അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. AV സജീവൻ, തോമസ് മാളിയക്കൽ, ഗിരീശൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് പൂരം കലക്കൽ അന്വേഷിച്ച ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹ ചടങ്ങ് മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വേദിയായി മാറി. ടൗൺ ഇമാം ഹുസൈൻ ബാഖവി കാർമ്മികനായ ചടങ്ങിൽ സാക്ഷികളായത് ഫൊറോന പള്ളി വികാരിയും ക്ഷേത്രത്തിലെ ശാന്തിയും. ലീഡർ K കരുണാകരൻ വിട പറഞ്ഞിട്ട് ഇന്ന് 14 വർഷം. അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ച് കോൺഗ്രസ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.